നമ്മൾ ഈ സ്പീഡിൽ കഴിക്കുന്നത് ഗൈസ്, നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നമ്മളെ നെസ്റ്റോയിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു നെസ്റ്റോയിൽ പോകുന്ന ഒരു വീഡിയോ ആണ്, മിനി ഒരു ബ്ലോഗാണ്. അപ്പോൾ നമ്മൾ വേഗം കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഴിക്കുന്നത്. എല്ലാവരും കൂടെ ഒരു ചട്ടിയിൽ നിന്ന് ആട്ടോ കഴിക്കുന്നത്. പിന്നെ വേഗം കഴിച്ചിട്ട് വേണം, നടന്നിട്ട് വേണം പോകാൻ. അങ്ങനെ നമ്മൾ കഴിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി കിങ്ങും അച്ഛയും അതിൻ്റെ ഇടയിൽ അച്ഛൻ യൂണിഫോം ഇടാൻ പോയിട്ടുണ്ടായിരുന്നു ലോണ്ട്രിയിൽ. അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ വേഗം പോവാണ് കേട്ടോ. വേഗം പോയിട്ട് നടന്നാണ് പോകുന്നതല്ലോ, അതുകൊണ്ട് നല്ല ചൂടും കൂടെ ആയതുകൊണ്ട് വേഗം പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ വേഗം പോവാണ്. ഇങ്ങനെ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെയാണ് ഇത് ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വ്ളോഗ്. അപ്പം കിങ്ങു ആണെങ്കിൽ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. കിങ്ങു ആണെങ്കിൽ കിങ്ങുവിൻ്റെ ടിഷ്യൂ, കിങ്ങുവിൻ്റെ വാട്ടർ ബോട്ടിൽ എവിടെ പോയാലും എടുക്കും. പിന്നെ ആൾ എവിടെ പോയാലും സോക്സൊക്കെ ഇട്ടിട്ടാണ് പോകത്തുള്ളൂ കേട്ടോ, എത്ര ചൂടാണെങ്കിലും. അപ്പം അങ്ങനെ പോകുന്നുണ്ട്. വെറ്റ് ടിഷ്യൂ ഒക്കെയാണ് ആൾ എടുത്തേക്കരുന്നത്, നല്ല ചൂടാണല്ലോ. അപ്പോൾ ആൾക്ക് ഒരു ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ എല്ലാം നമുക്ക് അടുത്തായതുകൊണ്ട് എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് ചെറിയ ചെറിയ ഷോപ്പിങ്ങും ബ്യൂട്ടിപരമായിട്ടുള്ള ഷോപ്പിങ്ങും അല്ലാത്തതായ കടകളും എല്ലാം ഉണ്ട്. ഇപ്പം നമ്മുടെ തൊട്ടപ്പുറത്താണ് നമുക്ക് സോഫ്റ്റി ഐസ്ക്രീം വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കിങ്ങോട്ട് ടിഷ്യൂ ഒന്ന് താഴെ പോയേ. പിന്നെ നമ്മൾ അതെ സോഫ്റ്റി ഐസ്ക്രീമാണിത്, സോഫ്റ്റിയാണ്. ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയുന്നുണ്ടാവും. ഇപ്പോൾ റൂവിലുള്ള എല്ലാവർക്കും തന്നെ അറിയുന്നുണ്ടാവും. സോഫ്റ്റി നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് അവിടുത്തെ. നല്ലതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഈ നമ്മുടെ ഏരിയയിൽ തന്നെ രണ്ട് മൂന്ന് ഐസ്ക്രീം ഷോപ്പുണ്ട് കേട്ടോ. അത് നല്ലതാണ്, കുഴപ്പമില്ല. ഏറ്റവും നല്ലത് നമുക്കിപ്പോൾ തോന്നുന്നത് നമ്മുടെ പഴയ സോഫ്റ്റിയിൽ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ വരുന്നതും സോഫ്റ്റി തന്നെയാണ്. അങ്ങനെ അതേ പോയി അത് അവിടെയാണ് കേട്ടോ, കാണാൻ പറ്റുന്നതെന്നാണ് അറിയത്തില്ല. അവിടെയാണ് നമുക്ക് മഹാരാജ, നമ്മുടെ നേരെ ഓപ്പോസിറ്റാണ് മഹാരാജ വരുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇപ്പോൾ പുതിയതായിട്ടൊരു മന്തി ഷോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മന്തിയാണേ, നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അങ്ങനെ വേഗം ഞങ്ങൾ നടന്ന് നെക്സ്റ്റ് എത്താറായി വരാണ്ടോ. അവിടെ ഇപ്പോൾ പുതിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ അതൊരു പുതിയ ഷോപ്പ് വരുന്നതെന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ബാബ. സാൻഡ്വിച്ചൊക്കെ കിട്ടുന്ന നല്ല സാൻഡ്വിച്ച് ബർഗറൊക്കെ കിട്ടും ഇവിടെ, ഗ്രിൽ ഐറ്റംസൊക്കെ കിട്ടും അവിടെ. സാൻഡ്വിച്ചൊക്കെ നല്ല ടേസ്റ്റാണ് അവിടുത്തെ. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്ന് വേഗം എല്ലാവരും കൂടെ പോവാണ്. അപ്പം നമ്മളെന്നും നടന്നാണ് കേട്ടോ പോകുന്നത്. അവിടെയാണ് കോഴിക്കോടൻസ് MRI ഒക്കെ വരുന്നത്. അവിടുത്തെ നമ്മളെപ്പോഴും ഒരുപാട് മോസ്റ്റ്ലി നമ്മൾ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ കോഴിക്കോടൻസ് നിന്നാണ് കഴിക്കാറ്. അവിടുത്തെ നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളെപ്പോഴും കഴിക്കാറ് അവിടെ നിന്നാണ്. അപ്പം അങ്ങനെ നമ്മൾ പെട്ടെന്ന് വാങ്ങിയിട്ട് വന്നിട്ട് വേണം, നമുക്ക് പിന്നെയും കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ ഫോണിലാണ് ചാർജ് തീരെ കുറവാണ്. അങ്ങനെ KFCയുടെ അടുത്ത്, KFCയുടെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് നെസ്റ്റോ വരുന്നത്. അങ്ങനെ ഇതല്ല നേരെ ഓപ്പോസിറ്റാണ്. എല്ലാം ഉണ്ട് കേട്ടോ നമുക്കിവിടെ അടുത്തടുത്ത്, ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ എല്ലാം ഉണ്ട്. എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഇതാണ് നമുക്ക് റൂവി എന്ന് പറയുന്നത്. ഉണ്ടോ KFC, നമ്മളിടയ്ക്ക് വരാറുണ്ട് KFCയിൽ. അങ്ങനെ നമ്മൾ നെസ്റ്റോ കയറി വേഗം കൊട്ടയൊക്കെ എടുത്ത് കിങ്ങുവിനെ അതിൻ്റെ അകത്ത് വേഗം എടുത്തിട്ട് നേരെ പോയി സോപ്പ് പൊടി വാങ്ങാൻ, അല്ലെങ്കിൽ മറന്നു പോകും ചിലപ്പം. എന്നിട്ട് നമ്മൾ വാങ്ങുന്നത് എപ്പോഴും ഉജാല അല്ലെങ്കിൽ ഏരിയലിൻ്റെ സോപ്പ് പൊടിയാണ്. അങ്ങനെ നമ്മൾ ഒരു സോപ്പ് പൊടി എടുത്ത്, ഒരു ഉജാലയുടെ സോപ്പ് പൊടി എടുത്ത് നമ്മൾ കിങ്ങുവിനെ അതിൻ്റെ അകത്തിട്ട് കയറി. പിന്നെ നമുക്ക് മെസ്സിലേക്ക് വെജിറ്റബിൾ കട്ട്സ് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാമ്പാറിൻ്റെ. അങ്ങനെ ഒരു വെജിറ്റബിൾസ് കട്ട്സ് നല്ല പൈസയാണ് കേട്ടോ, എല്ലാത്തിനും നല്ല റേറ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ ഒരു വെജിറ്റബിൾസ് കട്ടും എടുത്തു നമ്മൾ വേഗം നോക്കി. ഇതൊക്കെ നോക്കിയപ്പോൾ നല്ല പൈസ, എല്ലാത്തിനും നല്ല പൈസയായി. പിന്നെ അവിടെ എല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ വേഗം ഇത് അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും ചേന ഓഫർ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ചേന ഇങ്ങനെ ഓഫർ കാണുന്നത്. നല്ലതാണോ എന്നറിയില്ല. അത് പറക്കി. പിന്നെ തക്കാളിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു, അപ്പോൾ അതും പറക്കി 2-3 പിന്നെ കിങ്ങുവിനൊരു ഫ്രണ്ടിനെ കിട്ടി. കിങ്ങു കഥകളൊക്കെ വിശദീകരിച്ച് കൊടുക്കുകയാണ്. കിങ്ങുവിൻ്റെ വെള്ളത്തിൻ്റെ ML അതൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മാങ്ങ നോക്കിയപ്പോൾ 2 കിങ്ങുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 മാങ്ങ വാങ്ങി. പിന്നെ അങ്ങനെ വേണ്ട പോയി കിങ്ങുവിനപ്പോൾ അവിടെ ആ ചേട്ടനെ കണ്ടപ്പോൾ ചേട്ടനോട് കുറേ നേരം തിരിച്ചു. പിന്നെ അവൾക്ക് അവിടുന്ന് ഡോണറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങി ഡോണറ്റ് അവിടെ ആ ചേട്ടനോട് കുറേ നേരം എന്തൊക്കെയോ പറഞ്ഞിട്ട് ഡോണറ്റ് വാങ്ങുകയാണ്. ഡോണറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇടയ്ക്കൊക്കെ വാങ്ങാറുണ്ട്. അങ്ങനെ അവൾ അവിടുന്ന് അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ടാണ് പിന്നെ ഡോണറ്റ് വാങ്ങുന്നത്.
അങ്ങനെ ഡോണറ്റ് കയ്യിലാക്കി അച്ചയ്ക്ക് കൊടുത്തു. അച്ഛന് സോപ്പിട്ട് അച്ചയ്ക്ക് കൊടുത്തു. എനിക്ക് നന്നിട്ട് അതിൻ്റെ ഇടയിൽ ഷെയറിങ് ഒക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ അതും കഴിച്ച് നേരെ ദേണ്ടേ മുട്ട സെക്ഷനിലേക്ക് വന്നു. മുട്ട സെക്ഷനിൽ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും. ഇതെടുക്കണം, ഇത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ്, ഇനി അടുത്തെടുത്താലോ വേറെ എടുത്താലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നല്ലേ. എന്നിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ എടുക്കും. അതാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ എപ്പോഴും ബർഗറാണ് ഞങ്ങൾ കൂടുതൽ എടുക്കാറ്. അപ്പോൾ അതെടുത്തു. അതൊന്നും എടുത്ത് നേരെ വെറുതെ ഞങ്ങൾ അതിലൊക്കെ ചുറ്റി നടന്നു, ഞാനും കിങ്ങും കൂടെ. പിന്നെ കിങ്ങും ഞാനും കൂടി അച്ഛൻ ബില്ലടിക്കാൻ നിൽക്കുകയാണ്. ഞങ്ങൾ പുറത്തായി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കിങ്ങുവിനെ ബുക്സിൻ്റെ ആ ഒരു സെക്ഷനിൽ വന്ന് അവിടെ കുറേ നേരം, എപ്പോഴും അങ്ങനെയാണ് കേട്ടോ, കിങ്ങു വന്നു കഴിഞ്ഞാൽ കുറേ നേരം ആ ബുക്സിൻ്റെ ഒക്കെ അവിടെ പോയിട്ട് ഓരോന്നൊക്കെ എടുത്ത് നോക്കും. അതെല്ലാം ഒന്ന് മറിച്ച് നോക്കി തിരിച്ച് നോക്കി ഞങ്ങൾ ലാസ്റ്റ് അവിടെ തന്നെ വെച്ചു. അച്ഛൻ അവിടെ നിന്ന് ബില്ലടിക്കുന്നുണ്ട്. നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഇനിയിപ്പോൾ ഇതെല്ലാം എടുത്ത് നടക്കണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. എല്ലാവരും കാണണേ.